അധ്യായം 111. നമ്മളിൽ പലർക്കും പല സാഹചര്യത്തിലും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വേദനകൾ നമ്മൾക്ക് എളുപ്പം മാറ്റിയെടുക്കാൻ പലപ്പോഴും സാധിക്കണമെന്നില്ല. ഓരോ വേദനകൾക്ക് പിന്നിലും അതിൻ്റെതായ കാരണങ്ങൾ കാണും. അത് കണ്ടെത്തി പരിഹരിച്ചാൽ മാത്രമാണ് പലപ്പോഴും വേദനകൾ ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതാവുകയുള്ളൂ. നമ്മുടെ ചുറ്റിലുമുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരുപക്ഷെ നമ്മൾക്ക് വേദനകൾ സമ്മാനിച്ചേക്കാം. നമ്മളൊന്നും ചെയ്യാതെ അലസമായിരുന്നാൽ യാതൊരു നേട്ടവും നേടിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. നേട്ടങ്ങൾ നേടാൻ കഴിയാതെ പോകുന്നത് നമ്മളിൽ ഒത്തിരിയേറെ സങ്കടങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം. ഇന്നലകളിലെ വേദനകളെല്ലാം തന്നെ എളുപ്പം മറക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല. ഓരോ വേദനകളും നമ്മൾക്കൊത്തിരി തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. നല്ലതുപോലെ തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ വേദനകളെ ഒരു പരിധിവരെയെങ്കിലും ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഏതൊരു വേദന ആണെങ്കിൽ പോലും അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ ഒരിക്കലും മറ്റൊരാൾക്ക് നമ്മൾക്ക് പകരമായി അനുഭവിക്കാൻ സാധിക്കില്ലല്ലോ. നമ്മുടെ ഭാഗത്തു നിന്നുമുള്ള വീഴ്ചകൾ നമ്മൾക്ക് വേദനകൾക്ക് കാരണമായേക്കാം. നമ്മൾക്കുണ്ടായ വീഴ്ചകളിൽ നിന്നും പാഠങ്ങൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി മുന്നേറിയാൽ മാത്രമാണ് നമ്മൾക്ക് ഒരു പരിധിവരെയെങ്കിലും വേദനകളില്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ നാളുകളിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള വേദനകൾ ഇല്ലാതാവണമെന്നില്ല. ചെറിയ വേദന തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുള്ള വേദനകൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ നാളുകളിൽ അതേപോലെയുള്ള വേദനകളിലൂടെ കടന്നു പോകുന്നവർക്ക് വളരെയേറെ ആശ്വാസം കിട്ടിയേക്കാം. നമ്മുടെ ഭാഗത്തു നിന്നും വേണ്ടതുപോലെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യരും അധ്വാനിക്കുന്നത് വേദനകളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയാണ്. ഓരോ കണ്ടുപിടുത്തവും മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ സമയം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ തളർന്നാൽ അലസരായിരുന്നാൽ ഒരിക്കലും നമ്മൾക്ക് ശക്തമായ രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിനായി മുന്നിട്ടിറങ്ങണം, പരിശ്രമിക്കണം. വിജയം നമ്മുടെ മുൻപിൽ തന്നെയുണ്ട്. അതിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ഭാഗത്തു നിന്നും അധ്വാനം ആവശ്യമാണ്. നാളുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വേദനകളെ ഒരു പരിധിവരെയെങ്കിലും നേരിടാൻ നമ്മൾ ഓരോരുത്തർക്കും കരുത്ത് നേടാൻ കഴിയട്ടെ.